ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ മോഡലിലുള്ള ഒരു ചോദ്യം എന്തായാലും നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാകും. ആരും ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, എന്താണ് ആ ചോദ്യം നോക്കിയാലോ? യെസ് ഡിയേഴ്സ്, ഇവിടെ നമുക്ക് കുറച്ച് പഴങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? ചിക്കു, ഗുവാവ, ഗുവാവ പറഞ്ഞ പേരയ്ക്ക, യെസ് ചാമ്പ, മാംഗോ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രൂട്ട്സിന്റെ എണ്ണങ്ങൾ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാ 10ന്റെ സ്ഥാനവും 1ന്റെ സ്ഥാനവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്രയാണ്? യെസ്, ടെൻസും വൺസും തന്നാൽ ടോട്ടൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് ചെയ്യാനുള്ളത്. എളുപ്പമല്ലേ? നമ്മൾ പഠിച്ച കാര്യമല്ലേ? നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഇതാടാ 2 10s 3 1s അല്ലേ? 2 10s വൺസിന്റെ സ്ഥാനത്ത് 3യും. അത് എത്രയാണടാ? 23 ആണല്ലേ? യെസ്, 23 നമ്മൾ ഒരു സംശയമില്ലാതെ പറയും അത് 23 ആണ് എന്നുള്ളത്. അതുപോലെ പേരക്കയുടെ അവിടെയോ 36 ആണ് ആകെ ഉള്ളത്. 36 എന്ന് പറയുമ്പോൾ എന്താണടാ? യെസ്, 10ന്റെ സ്ഥാനത്ത് 3 ആയിരിക്കും, 1ന്റെ സ്ഥാനത്ത് 6 ആയിരിക്കും. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 6, 10ന്റെ സ്ഥാനത്ത് 3. ടെൻസിന്റെ പ്ലേസിൽ 3 ആണ്, 3 ആണ്. വൺസിന്റെ പ്ലേസിൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ 36 ആയില്ലേ? ഇനി അടുത്തതോ? യെസ്, ചാമ്പ എത്രയാണ്? ടെൻസിന്റെ സ്ഥാനത്ത് 4 ആണ്, വൺസിന്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പൊ എന്തായടാ? യെസ്, 45, 45 ആണല്ലേ? അതുപോലെ മാംഗോ എത്രയാണ്? യെസ്, 10 മാംഗോസ് ആണുള്ളത്. അതായത് 10 മാങ്ങകളാണ് ഉള്ളത്. അതില് ഇതാണ് 10ന്റെ സ്ഥാനം, ഇതാണ് 1ന്റെ സ്ഥാനം. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ എളുപ്പത്തിൽ? യെസ്, 1 and 0. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് ഫ്രൂട്ട്സ് ആണ്, അത് എത്രയാണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ഏറ്റവും കൂടുതൽ ഏതാടാ? 23, 36, 45, 10. ഇതിൽ ഏറ്റവും കൂടുതൽ 45 ആണല്ലേ? യെസ്, ചാമ്പയാണ്. 45 ആണ് ഏറ്റവും കൂടുതൽ. അതും ഏതാണ്? ചാമ്പയാണല്ലേ? ചാമ്പയാണ് ഏറ്റവും കൂടുതൽ. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും കുറവ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, 23, 36, 45, 10. അതിൽ ഏറ്റവും കുറവ് ഏതാണടാ? യെസ്, 10 ആണല്ലേ? മാങ്ങയാണ് ഏറ്റവും കുറവ്. മാംഗോ 10. ഇനി അടുത്ത ചോദ്യമോ? പഴങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പഴങ്ങളുടെ എണ്ണം എഴുതുക. ഇതിൽ ഏതാണ് ആദ്യം ചെറുത്? യെസ്, 10 ആണല്ലേ ആദ്യം ചെറുത്. പിന്നെയോടാ 23, 36, 45. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 23 അല്ലേ? അപ്പൊ മിസ് 23 എഴുതിയേ. ഇനിയോ 36ഉം 45ഉം. അതില് ചെറുത് യെസ് 36 ആണല്ലേ? പിന്നീടോടാ 45. ഇങ്ങനെയാണ് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പൊ ഏതൊക്കെയാണ്? 10, 23, 36, 45. 10, 23, 36, 45. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഈ ഒരു ചോദ്യം എല്ലാവരും പഠിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. നമുക്ക് ഉറപ്പിക്കാവുന്ന ഒന്നാണ്. ഓക്കേടാ, മിസ് ഇതാ അടുത്ത വീഡിയോയില് ഒരു അടിപൊളി കോണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കുടാ, ബൈ.